ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാഡമി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് നമ്മുടെ ഇലക്ട്രിസിറ്റി NOS ഫിസിക്സിലെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന സെക്ഷനിലെ 3rd ചാപ്റ്റർ അല്ലെങ്കിൽ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടാണ്. അതായത് നമ്മുടെ NOS ഫിസിക്സിലെ 17ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രിക് കറണ്ട് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, എന്താണ് ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് കറണ്ട് ത്രൂ എ കണ്ടക്ടർ എന്ന് പറഞ്ഞത് ഇറ്റ് ഇസ് ദ റേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ചാർജ് അക്രോസ് എ സർഫസ് പ്ലേസ്ഡ് നോർമൽ ടു ദ ഡയറക്ഷൻ ഓഫ് ദ ഫ്ലോ. അതായത് ഒരു ചാർജ് ക്യൂ എന്ന് പറഞ്ഞ ചാർജ് കീപ്പ് ചെയ്തേക്കുന്ന ഒരു കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് ആ ചാർജ് ബൈ ടൈം ആയിരിക്കും. ദാറ്റ് ഈസ് I is equal to Q by dQ by dt ആയിരിക്കും. കറണ്ടിന്റെ യൂണിറ്റ് വരുന്നത് എന്താണ്? ആംബിയർ ആണ് നമ്മുടെ കറണ്ടിന്റെ യൂണിറ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കണ്ടക്ടറിന്റെ കേസിൽ അതിന്റെ കറണ്ടും അതിന്റെ പൊട്ടൻഷ്യലും ഒക്കെ കണക്ട് ചെയ്യുന്ന ഒരു ലോ ആണ് ഓംസ് ലോ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഓംസ് ലോ. 1728 ഓം ആണ് ഈ ഒരു ലോ പ്രൊവൈഡ് ചെയ്തത്. അദ്ദേഹം പറയുന്നത് ദ ഇലക്ട്രിക് കറണ്ട് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഇറ്റ്. അതായത് ഒരു കണ്ടക്ടറിലൂടെയുള്ള ഇലക്ട്രിക് കറണ്ടിന്റെ വാല്യൂ അതിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദാറ്റ് ഈസ് V പ്രൊപ്പോർഷണൽ ടു I ആയിരിക്കും. V is equal to R into I ആയിരിക്കും. ഇവിടെ R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. Therefore V by I is equal to R ആയിരിക്കും. ഈ ഒരു 3 ഇക്വേഷൻ അല്ലെങ്കിൽ ഈ 2 ഇക്വേഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആവശ്യമുള്ള ഇക്വേഷൻ ആണ്. എന്താണ് ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞാലേ നമുക്ക് ഇനി മുന്നോട്ടേക്ക് പോകാൻ പറ്റത്തുള്ളൂ. Therefore potential is equal to R into I ആയിരിക്കും. R റെസിസ്റ്റൻസ്, I കറണ്ട്, V പൊട്ടൻഷ്യൽ ആയിരിക്കും. ഇതാണ് ഓംസ് ലോ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓംസ് ലോയിൽ നിന്ന് നമ്മൾ പഠിച്ചു, നമ്മളിപ്പോൾ R എന്താന്ന് പഠിച്ചു, റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി ആണ്. ദ റെസിസ്റ്റിവിറ്റി ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ എ യൂണിറ്റ് വയർ ഓഫ് ലെങ്ത് ഓഫ്, അതായത് 1 മീറ്റർ ലെങ്ത് ഉള്ള 1 മീറ്റർ ക്രോസ് സെക്ഷനുള്ള ഒരു വയർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് വരുന്നത് ഓം മീറ്റർ ആണ്. ഓക്കെ, ഈ റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കലിനെയാണ് നമ്മൾ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ എന്താണ്? കണ്ടക്ടിവിറ്റി ആണ്. കണ്ടക്ടിവിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സിഗ്മ എന്ന സിമ്പിൾ വെച്ചിട്ടും റെസിസ്റ്റിവിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് റോ എന്ന സിമ്പിൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സിഗ്മ ഇസ് ഈക്വൽ ടു 1 by റോ ആയിരിക്കും. കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് അപ്പൊ എന്തായിരിക്കും? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ? എന്തായിരിക്കും? ഇത് ഓം മീറ്റർ ആണെങ്കിൽ ഇത് ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ മോ മീറ്റർ ഇൻവേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ SM⁻⁻⁻1 ആയിരിക്കും. ഇതാണ് കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് വരുന്നത്. ഇനി റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ മെറ്റീരിയലിന്റെ എന്താണ്, ഏത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് നമ്മൾ കണ്ടക്ടറായിട്ട് യൂസ് ചെയ്തിട്ടുള്ളതെന്നാണ്. ഒരിക്കലും അതിന്റെ ഡയമെൻഷന് ഞാൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. എന്നാൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? അതിന്റെ ഡയമെൻഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലിനെ, നേച്ചർ ഓഫ് മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നത് നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ടും നമുക്ക് ചോദിക്കാം, ഡിഫറൻസ് ആയിട്ടും ചോദിക്കാം, അല്ലാതെ ഡിഫൈൻ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ചോദിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് റെസിസ്റ്റിവിറ്റി, എന്താണ് കണ്ടക്ടിവിറ്റി, അതിന്റെ യൂണിറ്റുകൾ എന്തൊക്കെയാണ്, റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ആ ഒരു സെക്ഷനിൽ വരുന്നത്. ഇനി നമ്മൾ കപ്പാസിറ്റേഴ്സിനെ പോലെ തന്നെ നമ്മുടെ റെസിസ്റ്റേഴ്സിനെ നമുക്ക് സീരീസ് ആയിട്ടും അതുപോലെ തന്നെ പാരലൽ ആയിട്ടും ഗ്രൂപ്പ് ചെയ്യാം. അപ്പൊ സീരീസ് ഗ്രൂപ്പിംഗ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് R1 എന്ന് പറയുന്ന റെസിസ്റ്റൻസും R2 എന്ന് പറയുന്ന റെസിസ്റ്റൻസും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു വോൾട്ട് മീറ്ററിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിസ്റ്റം ഓഫ് കണക്ഷനെയാണ് നമ്മൾ സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു കേസിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ R1 + R2 ആയിരിക്കും. അതായത് ഓരോന്നും സം ചെയ്തതായിരിക്കും, ഡയറക്റ്റ് സം ചെയ്തതായിരിക്കും അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. Therefore അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എന്തായിരിക്കും? V is equal to IR ആണ് അല്ലെ? V is equal to IR ആണ്, ദാറ്റ് ഈസ് I into R1 + R2 ആണ്. ഇതാണ് ഒരു സീരീസ് കണക്ഷന്റെ പ്രത്യേകത. ഇനി പാരലൽ ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തതെങ്കിൽ, അതായത് ഈ ഫിഗറിൽ കാണിച്ചതുപോലെ R1 ഉം R2 പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 by R is equal to 1 by R1 plus R2 ആണ്, അല്ലെങ്കിൽ R is equal to R1 R2 by R1 plus R2 ആയിരിക്കും. ഇതാണ് പാരലൽ കണക്ഷൻ. നമ്മുടെ കപ്പാസിറ്റൻസിന്റെ നേരെ ഓപ്പോസിറ്റ്. കപ്പാസിറ്റൻസിൽ പാരലൽ ആയിരുന്ന സമയത്തായിരുന്നു നമ്മൾ സമപ്പ് ചെയ്തിരുന്നത്. എന്നാൽ ഇവിടെ സീരീസിൽ നേരെ സം ചെയ്തിട്ടും പാരലൽ ആണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി റെസിസ്റ്റേഴ്സ് മെയിൻലി 2 ടൈപ്പാണുള്ളത്. ഏതൊക്കെയാണ് റെസിസ്റ്റേഴ്സ്? കാർബൺ റെസിസ്റ്റേഴ്സും ഉണ്ട്, വയർ വൗണ്ട് റെസിസ്റ്റേഴ്സും ഉണ്ട്. ഏതൊക്കെയാണ്? കാർബൺ റെസിസ്റ്റേഴ്സും ഉണ്ട്, വയർ വൗണ്ട് റെസിസ്റ്റേഴ്സും ഉണ്ട്. വയർ വൗണ്ട് റെസിസ്റ്റേഴ്സിന്റെ കേസിൽ
ദ റെസിസ്റ്റൻസ് ഓഫ് വയർ മൗണ്ട് എന്ന് പറഞ്ഞാൽ ഡെഫിനിറ്റ് ലെങ്ത് ഉണ്ടായിരിക്കും. അതായത് അതിനകത്ത് ആ വയർ മൗണ്ടിന്റെ ലെങ്ത് ഡെഫിനിറ്റ് ആയിരിക്കും. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ റെസിസ്റ്റൻസിന്റെ റിക്വയർഡ് വാല്യൂ എത്രയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. അത് സാധാരണ നമ്മൾ 2 ഫോൾഡ് ആയിട്ടാണ് നമ്മൾ വയർ മൗണ്ട് ചെയ്യാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ കാർബൺ റെസിസ്റ്റേഴ്സിന്റെ കേസിലാണെങ്കിൽ കാർബൺ വിത്ത് എ സ്യൂട്ടബിൾ ബൈൻഡിങ് ഏജന്റ് മൗൾഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു സിലിണ്ടറിനകത്ത് കാർബണും അതിന്റെ കൂടെ ഒരു ബൈൻഡിങ് ഏജന്റ് മൗൾഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ കാർബൺ റെസിസ്റ്റേഴ്സ് കാണപ്പെടുന്നത്. എന്നാൽ വയർ മൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസുലേറ്റിംഗ് സിലിണ്ടറിനകത്ത് 2 ഫോൾഡ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ റെസിസ്റ്റൻസ് ഉള്ള വയർ 2 ഫോൾഡ് ചെയ്ത് മൗണ്ട് ചെയ്തിട്ടാണ് കാണുന്നത്. ഇതാണ് 2 ടൈപ്പ് ഓഫ് റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി സാധാരണ നമ്മളൊരു ഇതിന്റെ റെസിസ്റ്റൻസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. ദാറ്റ് ഈസ് ആർ ഈസ് ഈക്വൽ വാല്യൂ ഡിനോട്ട് ചെയ്യുന്നത് ആർ ഈസ് ഈക്വൽ ടു AB × 10C ഓം ഡി. ഈ ഒരു മോഡൽ അല്ലെങ്കിൽ ഈ ഒരു ഫോർമുലയിലായിരിക്കും നമ്മൾ റെസിസ്റ്റൻസിന്റെ വാല്യൂ നമ്മൾ പറയുന്നത്. ഇവിടെ ABCD എന്ന് പറയുന്നത് എന്താണ്? കളർ സ്ട്രിപ്പുകളാണ്. ഈ ഫസ്റ്റത്തെ 2 കളർ ഇല്ലേ AB, അത് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? 2 ഡിജിറ്റ് റെസിസ്റ്റൻസ് വാല്യൂവിന്റെ ആദ്യത്തെ 2 ഡിജിറ്റ് എന്താണോ അതാണ് ഫസ്റ്റത്തെ 2 കളർ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ കളർ ഡിനോട്ട് ചെയ്യുന്നത് ആ റെസിസ്റ്റൻസിന്റെ വാല്യൂവിന്റെ കൂടെ എന്തെങ്കിലും ഒരു മൾട്ടിപ്ലയർ ഉണ്ടെങ്കിൽ ആ മൾട്ടിപ്ലയറിന്റെ അല്ലെങ്കിൽ 10th പവർ മൾട്ടിപ്ലയർ ഉണ്ടെങ്കിൽ അതിന്റെ പവർ ആ പവർ ഓഫ് 10 എത്രയാണോ അതാണ് 3rd കളർ ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് 4th കളർ അല്ലെങ്കിൽ ലാസ്റ്റ് കളർ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? ദ ടോളറൻസ്. ആ റെസിസ്റ്റൻസിന്റെ ടോളറൻസ് എത്രയാണോ അതിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അത് 5% ആണെങ്കിൽ ഗോൾഡൻ കളർ ആയിരിക്കും, അത് 10% ആണെങ്കിൽ സിൽവർ കളർ ആയിരിക്കും, അത് 20% ആണെങ്കിൽ ബോഡി കളർ ആയിരിക്കും. ഇതാണ് അതിന്റെ ആ ഒരു നമ്മളൊരു റെസിസ്റ്റൻസിന്റെ വാല്യൂ നമ്മൾ കാണിക്കുന്ന ഫോർമുല, അതിൽ വരുന്ന കണ്ടന്റുകൾ. ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ ഹോംസ് ലോ പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ലോ അല്ലെങ്കിൽ റൂളാണ് ക്രിച്ചോഫ് റൂൾ എന്ന് പറയുന്നത്. ക്രിച്ചോഫ് റൂൾ 2 റൂളാണ് ക്രിച്ചോഫ് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ദ ജംഗ്ഷൻ റൂൾ അല്ലെങ്കിൽ ക്രിച്ചോഫ് ഫസ്റ്റ് റൂൾ, ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ ലൂപ്പ് റൂൾ അല്ലെങ്കിൽ ക്രിച്ചോഫ് സെക്കൻഡ് റൂൾ. ഫസ്റ്റ് റൂൾ പറയുന്നത് എന്താണ്? ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ദ സം ഓഫ് ഓൾ കറന്റ് ഡയറക്റ്റഡ് ടുവാർഡ്സ് എ ജംഗ്ഷൻ ഇൻ ഇലക്ട്രിക് നെറ്റ്വർക്ക് ഈസ് ഈക്വൽ ടു സം ഓഫ് ഓൾ കറന്റ് ഡയറക്റ്റ് അവേ ഫ്രം ദ ജംഗ്ഷൻ. അതായത് ഒരു ജംഗ്ഷനിൽ ഒരുപാട് കറണ്ടുകൾ വരുന്നുണ്ട്, ഒരുപാട് കറണ്ടുകൾ പോകുന്നുണ്ട് എങ്കിൽ ഇതിലേക്ക് വരുന്ന കറണ്ടിന്റെ സമ്മും ഇതിൽ നിന്ന് പോകുന്ന കറണ്ടിന്റെ സമ്മും ഈക്വൽ ആയിരിക്കും എന്നാണ് ക്രിച്ചോഫിന്റെ ഫസ്റ്റ് റൂൾ പറയുന്നത്. ഇനി സെക്കൻഡ് റൂൾ പറയുന്നത് ഒരു ലൂപ്പിന്റെ കേസിലാണ്. അതായത് നമ്മുടെ ഒരു ലൂപ്പ്, ഒരു കറണ്ട് ലൂപ്പിനകത്തുള്ള ആൽജിബ്രാക് സം ഓഫ് പ്രൊഡക്റ്റ് ഓഫ് ദ കറന്റ് ആൻഡ് റെസിസ്റ്റൻസ് ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? is equal to algebraic sum of electromotive force on the loop. ഒരു ലൂപ്പിനകത്തുള്ള കറണ്ടിന്റെയും പൊട്ടൻഷ്യലിന്റെയും പ്രൊഡക്റ്റിന്റെ സമ്മ് എന്ന് പറയുന്നത് അതിനകത്തുള്ള ടോട്ടൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും എന്നാണ് ലൂപ്പ് റൂൾ പറയുന്നത്. ഇതാണ് 2 ക്രിച്ചോഫ് റൂൾ. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള റൂളാണ്. ഇനി വീസ്റ്റൺ ബ്രിഡ്ജ്. നമ്മൾ സാധാരണ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഹോംസ് ലോ വെച്ചിട്ടാണ് അല്ലെ. വോൾട്ട്മീറ്റർ കണക്ട് ചെയ്ത് ഹോംസ് ലോ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. പക്ഷെ ആക്യുറേറ്റ് മെഷർമെന്റ്, ചെറിയ റെസിസ്റ്റൻസിന്റെ കീഴിലൊക്കെ നമുക്ക് ആ ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടത്തില്ല. അപ്പൊ അങ്ങനെ ആക്യുറേറ്റ് മെഷർമെന്റിന് വേണ്ടിയിട്ട് ചെറിയ റെസിസ്റ്റൻസിന്റെ കീഴിലൊക്കെ ആക്യുറേറ്റ് മെഷർമെന്റിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തൊരു ഇൻസ്ട്രുമെന്റ് ആണ് വീസ്റ്റൺസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. വീസ്റ്റൺസ് ബ്രിഡ്ജിന്റെ ഫിഗർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 4 എന്തുണ്ടാവും? റെസിസ്റ്റൻസുകൾ ഉണ്ടായിരിക്കും. അക്രോസ് ആയിട്ട് ഗാൽവനോമീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു റെസിസ്റ്റൻസും കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു സിസ്റ്റം ആണ്, ഈ ഒരു ഫിഗർ ആണ് നമ്മുടെ വീസ്റ്റൺസ് ബ്രിഡ്ജിന്റെ ഫിഗർ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു റിലേഷൻഷിപ്പ്, ഇതിലെ റെസിസ്റ്റൻസുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് P/Q is equal to R/S. PQ എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷനിലുള്ള റെസിസ്റ്റൻസും RS എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷനിലുള്ള റെസിസ്റ്റൻസും ആണെങ്കിൽ P/Q എന്ന് പറയുന്നത് R/S ഈക്വൽ ആയിരിക്കും. ഇതാണ് വീസ്റ്റൺസ് ബ്രിഡ്ജിന്റെ റിലേഷൻഷിപ്പ്. അപ്പൊ ഇത് നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഇതിൽ ഏതെങ്കിലും ഒരു 3 എണ്ണം തന്നു കഴിഞ്ഞാൽ 4ാമത്തെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇനി സാധാരണ നമ്മൾ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വോൾട്ട് മീറ്റർ ആണ് യൂസ് ചെയ്യാറുള്ളത്. സാധാരണ വോൾട്ട് മീറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കറണ്ട് ഫ്ലോ നടക്കുന്ന ഒരു സർക്യൂട്ടിലാണ്. ഇനി കറണ്ട് ഫ്ലോ നടക്കാത്തൊരു സർക്യൂട്ടിൽ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്ത ഇൻസ്ട്രുമെന്റ് ആണ് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത്. പൊട്ടൻഷ്യോമീറ്റർ വെച്ചിട്ട് നമുക്ക് വോൾട്ട് മീറ്റർ പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
അത് ബാലൻസ്ഡ് ആയിരിക്കും. അത് കറണ്ട് അതിനകത്ത് പോകുന്നില്ല, ഫ്ലോ ചെയ്യുന്നില്ല എന്നെങ്കിലും ബാലൻസ്ഡ് സർക്യൂട്ട് ആയിരിക്കും. നമുക്ക് പൊട്ടൻഷ്യൽ കറണ്ട് ഇല്ലാത്ത സമയത്ത് അതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ യാതൊരു ചേഞ്ച് ആ സർക്യൂട്ടിന് യാതൊരു ചേഞ്ചസും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് പൊട്ടൻഷ്യോമീറ്റർ കണക്ട് ചെയ്തു എന്ന് വെച്ച് ആ സർക്യൂട്ടിന് യാതൊരു ചേഞ്ചസും ഉണ്ടാവുന്നില്ല. അതൊരു നൾ മെത്തേഡ് ആണ്. ഇത് പൊട്ടൻഷ്യൽ മീറ്റർ എന്ന് പറയുന്നത് നൾ മെത്തേഡ് ആണ്. നമ്മൾ സാധാരണ പൊട്ടൻഷ്യോമീറ്റർ പൊട്ടൻഷ്യോമീറ്റർ യൂസ് ചെയ്തിട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ബെനിഫിറ്റ്സുകളാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? നമ്മുടെ പൊട്ടൻഷ്യോമീറ്റർ ബാലൻസ്ഡ് ആയിരിക്കും. ദെർഫോർ നമുക്ക് കറണ്ട് ഫ്ലോ ചെയ്യാത്ത ഒരു സർക്യൂട്ടിലും പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അത് കണക്ട് ചെയ്തു എന്ന് വെച്ചിട്ട് സർക്യൂട്ടിന് യാതൊരു ചേഞ്ചസും ഉണ്ടാവുന്നില്ല. ഒരു നൾ മെത്തേഡാണ്, നമ്മൾ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്ന ഒരു നൾ മെത്തേഡാണ്. അതുപോലെ തന്നെ നമുക്ക് ഗാൽവനോമീറ്റർ പോലുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഇവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമ്മളൊരു 2 സെല്ലുകൾ E1 എന്ന് പറയുന്ന പൊട്ടൻഷ്യലും E2 എന്ന് പറയുന്ന EMF-ഉം ഉള്ള 2 സെല്ലുകൾ നമ്മൾ അക്രോസ് ആയിട്ട് വേറൊരു സെല്ലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇവരുടെ ഈ E1-ഉം E2-ഉം തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് E1/E2 ഈസ് ഈക്വൽ ടു L1/L2 ആയിരിക്കും. ഇവിടെ L1 L2 എന്ന് പറയുന്നത് ഫസ്റ്റ് സെല്ലിലെ ഈ ഫസ്റ്റ് സെല്ലിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. എന്ത്, ഈ സർക്യൂട്ടിലേക്ക് നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടില്ല, ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ L1 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് പോയിന്റിൽ നിന്നുള്ള ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ആണ് L2 എങ്കിൽ E1/E2 എന്ന് പറയുന്നത് L1/L2 ആയിരിക്കും. ഓക്കെ, ഇനി ഒരു സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇന്റേണൽ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് R ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ R ഇൻറ്റു L1/L2 മൈനസ് 1. L1/L2 മൈനസ് 1 ഇങ്ങനെയാണ് നമ്മളൊരു സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക് പവർ. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലെ പവർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദ റേറ്റ് ഓഫ് ലോസ് ഓഫ് എനർജിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പവറിന്റെ ഇക്വേഷൻ P ഈക്വൽ ടു V ഇൻറ്റു I ആണ്. വിയുടെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? IR ആണ്. Therefore P ഈക്വൽ ടു എന്താണ്? I² R ആണ്, അല്ലെങ്കിൽ V²/R ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. P ഈക്വൽ ടു VI, P ഈക്വൽ ടു I² R, P ഈക്വൽ ടു V²/R. ഡയറക്റ്റ് ഐയുടെ വിയുടെ വാല്യൂ അല്ലെങ്കിൽ ഐയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി പവറിന്റെ യൂണിറ്റ് വരുന്നത് വാട്ടാണ്. ഓക്കെ, വാട്ടാണ് നമ്മുടെ പവറിന്റെ യൂണിറ്റ് വരുന്നത്. ഇനി ഒരു സർക്യൂട്ടിനകത്ത് ഉള്ള നമ്മൾ പറഞ്ഞു ലോസ് ഓഫ് എനർജിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇലക്ട്രിക് പവർ ലോസ്റ്റിന്റെ കണ്ടക്ടറിനെയാണ് നമ്മൾ ജൂൾ ഹീറ്റ് എന്ന് പറയുന്നത്. അതായത് ഹീറ്റിന്റെ ഫോമിൽ ഒരു കണ്ടക്ടറിൽ നിന്ന് എനർജി ലോസ് ആവുന്നതിനെയാണ് നമ്മൾ ജൂൾ ഹീറ്റ് എന്ന് പറയുന്നത്. അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? അവിടുത്തെ കറണ്ട് സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ തന്നെ അവിടുത്തെ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ തന്നെ ആ കറണ്ട് പാസ് ചെയ്യുന്ന ടൈമിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ ആ ഇക്വേഷൻ അനുസരിച്ച് ആ ഹീറ്റിന്റെ വാല്യൂ എന്തായിരിക്കും? Q ഈസ് ഈക്വൽ ടു I² R ഇൻറ്റു T ആണ്. ഈ ഒരു ഇക്വേഷൻസിനെയാണ് നമ്മൾ ജൂൾസ് ലോ ഫോർ ഹീറ്റിംഗ് എഫക്ട് ഓഫ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് എഫക്ട് ഓഫ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് മനസ്സിലായില്ലേ? എന്താണ്? നമ്മളൊരു കണ്ടക്ടറിനകത്ത് ഉണ്ടാവുന്ന എനർജി ലോസിനെ നമ്മൾ പവർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എനർജി ലോസ് ചെയ്യുന്നത് ഹീറ്റിന്റെ ഫോമിലാണെങ്കിൽ അതിനെ നമ്മൾ ജൂൾ ഹീറ്റ് എന്നാണ് പറയുന്നത്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് I² RT ആയിരിക്കും. ആ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഇതിനെയാണ് നമ്മൾ ജൂൾസ് ലോ ഫോർ ഹീറ്റിംഗ് എഫക്ട് ഓഫ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ, നമ്മുടെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇലക്ട്രിക് കറണ്ടിൽ നമുക്ക് പഠിക്കാനുള്ള മേജർ ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാനുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം, എന്താണ് ജൂൾ ലോ ഓഫ് ഹീറ്റിംഗ് എഫക്ട് ഓഫ് കറണ്ട് എന്താണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒരു സർക്യൂട്ട് തന്നിട്ട് അതിനകത്തുനിന്ന് പവർ, സർക്യൂട്ടിന് അക്രോസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയാം. അതുപോലെ തന്നെ റെസിസ്റ്റേഴ്സുകൾ തമ്മിൽ ഗ്രൂപ്പായിട്ടും സീരീസ് ആയിട്ടും കണക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ടോട്ടൽ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയാം. വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ് ചോദിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ക്രിച്ചോഫ് റൂൾ വെച്ചിട്ട് നമുക്കൊരു നെറ്റ്വർക്ക്, ഒരുപാട് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തേക്കുന്ന ഒരു നെറ്റ്വർക്ക് തന്നിട്ട് അതിന്റെ ടോട്ടൽ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയാം. അപ്പൊ ക്രിച്ചോഫിന്റെ റൂൾ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും അതുപോലെ തന്നെ ക്രിച്ചോഫ് റൂൾ തിയറി ആയിട്ട് നമുക്ക് ചോദിക്കാം. പിന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇത്രയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാനുള്ള മേജർ ടോപ്പിക്സ് അല്ലെങ്കിൽ മേജർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മുടെ 17ാം ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള മെയിൻ ആയിട്ട് വരുന്ന ടോപ്പിക്സ്. മെയിൻ ആയിട്ട് നിങ്ങൾ ഇക്വേഷൻസ് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇക്വേഷൻസ് വെച്ചിട്ട് ന്യൂമറിക്കൽസ് ആയിരിക്കും കൂടുതലും ചോദിക്കാനുള്ള ചാൻസ്. പിന്നെ ക്രിച്ചോഫ് റൂള്, അവിടെ ഒരു തിയറി ചോദിക്കാം. വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ്, അവിടെ ഒരു തിയറി ചോദിക്കാം. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക്
ഇതെന്ന് പറയുന്നത് വളരെ ബ്രീഫായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു സ്ലൈഡ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും അല്ലേ, വളരെ ഷോർട്ടായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇതുപോലെ സ്ക്രീനൊക്കെ ഷെയർ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ നാഷണൽ അക്കാഡമിയുടെ ആപ്പിൽ അവൈലബിൾ ആണ്. സോ എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.